9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കലക്ടറുമായ അരുൺ കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. സുതാര്യവും നീതിപൂർവവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. ജില്ലയിൽ 11,54,959 സ്ത്രീകളും 10,52,014 പുരുഷന്മാരും 11 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 21,76,084 വോട്ടർമാരാണുള്ളത്. വോട്ടെടുപ്പിനായി 2,183 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചു. ഓരോ മണ്ഡലത്തിലും ഓരോ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും ആകെ 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്രസേന ഉൾപ്പെടെ വിവിധ റാങ്കുകളിലുള്ള 6,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാലും അറിയിച്ചു. സിറ്റി പരിധിയിൽ കേന്ദ്രസേനയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസും ഉൾപ്പെടെ 20 കമ്പനി സേനയിൽ 1,500 പേരുണ്ട്. ഇതിനു പുറമെ 1,300 സ്പെഷ്യൽ പോലീസുമുണ്ട്. 771 പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷയും 493 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും വെബ് സ്റ്റാൻഡിംഗ് സംവിധാനം ഏർപ്പെടുത്തി വോട്ടർമാർ ബൂത്തിലേക്ക് പ്രവേശിക്കുന്നതു മുതൽ പുറത്തു വരുന്നതുവരെയുള്ള മുഴുവൻ നടപടികളും CCTV മുഖേന ജില്ലാ തലത്തിലും മണ്ഡല തലത്തിലുമുള്ള കൺട്രോൾ റൂമുകളിൽ നിന്ന് നിരീക്ഷിക്കും. പോളിംഗ് ഡ്യൂട്ടിക്കായി 14,488 ഉദ്യോഗസ്ഥന്മാരെയാണ് നിയോഗിച്ചത്. ഇവരെ ബൂത്തുകളിൽ എത്തിക്കാൻ സർക്കാർ വാഹനങ്ങൾക്ക് പുറമെ സ്വകാര്യ വാഹനങ്ങളും വിന്യസിക്കും. ഏപ്രിൽ 7 വൈകുന്നേരം 6 മുതൽ 48 മണിക്കൂർ നിശബ്ദ പ്രചാരണം നിലവിൽ വരും. അതോടൊപ്പം ജില്ലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 7 വൈകുന്നേരം മുതൽ ഏപ്രിൽ 9 വൈകുന്നേരം വരെ സമ്പൂർണ്ണ മദ്യനിരോധനവും നിലവിലുണ്ട്. വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ശക്തമായ സുരക്ഷയിൽ സൂക്ഷിക്കുകയും ചാല, ചിൻടെക്, തളിപ്പറമ്പ് സർ സെയ്ദ്, HSS ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി എന്നീ 3 കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ എഹ്തെദ മുഫസിർ, തിരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ NCB എന്നിവരും പങ്കെടുത്തു. മണ്ഡലത്തിലുള്ള കേന്ദ്രങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നടക്കുന്ന 3ാമത്തെ റാൻഡമൈസേഷനിലാണ് ഏത് പോളിംഗ് പാർട്ടി ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകണമെന്നുള്ള വിവരം നമ്മൾ അവർക്ക് കൊടുക്കുക. ഇന്ന് രാത്രി 12 മണി, അതായത് നാളെ പുലർച്ചയ്ക്കാണ് 12 മണിക്ക് ശേഷമാണ് അവർക്ക് ആ ഇൻഫർമേഷൻ പോവുകയുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ വളരെ സുതാര്യമായിട്ട് ഒബ്സർവർമാരുടെ പ്രസൻസിലാണ് ഈ ഒരു റാൻഡമൈസേഷൻ നടക്കുക. പ്രശ്നബാധിത ബൂത്തുകൾ എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട മൈക്രോ ഒബ്സർവർമാരെ അടക്കം പോസ്റ്റിംഗ് ഇന്ന് വൈകുന്നേരം നടക്കും. അതിനുശേഷം അവർ നാളെ കാലത്ത് 11 മണ്ഡലങ്ങളിലുള്ള സെൻറ്ററുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് മെഷീനുകളടക്കമുള്ള സാമഗ്രികൾ എടുത്തുകൊണ്ട് ഓരോ റൂട്ടുകളിലുള്ള റൂട്ട് ഓഫീസർമാരുടെ കൂടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസ് പ്രൊട്ടക്ഷനും അതേപോലെ GPS ഘടിപ്പിച്ച വാഹനങ്ങളിലായിട്ടായിരിക്കും ഇവർ പോകുന്നത്. ഇതിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കമ്മീഷണറും SP പറയും. പക്ഷേ നമുക്ക് നമ്മുടെ ജില്ലയിൽ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റൂട്ട് മാർച്ചുകളടക്കം കേന്ദ്ര സേനകൾ പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. 37 കമ്പനികൾ നമുക്ക് കേന്ദ്ര സേനകൾ മുന്നിലൂടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച മൈക്രോ ഒബ്സർവർമാർ, അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള 493 മൈക്രോ ഒബ്സർവർമാരെ നമ്മൾ പല ബൂത്തുകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ CCTV അടക്കമുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഈ വർഷത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ 3 ഇലക്ഷനുകളായിട്ട് 100% വെബ്കാസ്റ്റിംഗ് ആണ് നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നത്. 100% വെബ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പോളിംഗ് ബൂത്തിന് ഉള്ളിലാണ് വെബ്കാസ്റ്റിങ്ങിൻ്റെ ഫീഡ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രാവശ്യം നമുക്ക് പുറത്ത് കൂടി ഒരു ക്യാമറയുണ്ട്. പോളിംഗ് സ്റ്റേഷന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൂടി അതിൽ വരും. അപ്പോൾ അവിടെ പുറത്ത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 100 മീറ്ററിനുള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് CCTV ഫുട്ടേജിൽ വരികയും അത് DO തലത്തിലും RO തലത്തിലും ജില്ലാ ഇലക്ഷൻ ഓഫീസർ, കളക്ടറും റിട്ടേണിംഗ് ഓഫീസർമാർ എന്നുള്ള രീതിയിൽ അതത് ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. ഒബ്സർവർമാരും ഈ കാര്യങ്ങളിൽ ഫീഡ് കിട്ടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ചുകൂടി കർശനമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ആണ് പോളിംഗ് സ്റ്റേഷന് ചുറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സഹകരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷന് ഉള്ളിലും പുറത്തും, ഉള്ളിൽ പോളിംഗിൻ്റെ കാര്യങ്ങൾ, പുറത്ത് ഈ ക്രൗഡിൻ്റെ ഭാഗമായിട്ടും അതേപോലെ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു സംയമനം അവർ പാലിക്കണമെന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 11,487 10,488 ഉദ്യോഗസ്ഥരാണ് നമുക്ക് പോളിംഗ് ഡ്യൂട്ടിക്കായിട്ടുള്ളത്. അവരുടെ മൊബൈൽ നമ്പറുകളിലേക്ക് ഇന്ന് ഈവനിങ് അവരുടെ ഡ്യൂട്ടി അതായത് നാളെ പുലർച്ചെയാണ് അവർക്ക് ഡ്യൂട്ടി കിട്ടുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഇവരുടെ ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള വെൽഫെയർ ആക്ടിവിറ്റികൾക്കും എല്ലാമുള്ള സജ്ജീകരണങ്ങൾ
അതത് റിട്ടേണിംഗ് ഓഫീസർമാർ അവരുടെ കേന്ദ്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്. ഓരോ മണ്ഡലത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സിനടുത്തുള്ള ഏതെങ്കിലും കോളേജോ അല്ലെങ്കിൽ സ്കൂളിലോ ആണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകൾ ഉണ്ടാവുക. ഇവിടെയാണ് കമ്മീഷൻ കഴിഞ്ഞ മെഷീനുകൾ, അതായത് ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്ത മെഷീനുകൾ ഇപ്പോൾ കേന്ദ്രസേനയുടെ അടക്കം സുരക്ഷയോടുകൂടി ഉള്ളത്. അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ശേഷം അതായത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകും. തിരിച്ച് പോളിംഗ് കംപ്ലീറ്റ് ചെയ്ത സമയം അവിടേക്ക് തന്നെയാണ് തിരിച്ചു വരിക. അതിനുശേഷം ജില്ലാ അടിസ്ഥാനത്തിലുള്ള 3 കേന്ദ്രങ്ങളിലേക്ക്, കൗണ്ടിംഗ് സെൻറ്ററുകളുള്ള 3 കേന്ദ്രങ്ങളിലേക്ക് അത് പിന്നീട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് അവിടെ വന്ന് സ്ട്രോങ് റൂമിലേക്ക് സേഫായിട്ട് വെക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ ആ കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 3 സ്ട്രോങ് റൂമുകളാണ് കൗണ്ടിംഗ് സെൻറ്ററിന് വേണ്ടിയിട്ട് ഉള്ളത്. ചാലയിലുള്ള ചിംടെക്, അതേപോലെ തന്നെ തളിപ്പറമ്പിലുള്ള സർ സയ്യിദ് സ്കൂൾ, അതേപോലെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി. ഈ 3 സ്ഥലങ്ങളാണ് നമുക്ക് സ്ട്രോങ് റൂമുകൾ ആയിട്ട് കൗണ്ടിങ്ങിന് വേണ്ടി ഉണ്ടാവുക. ഇവിടുത്തെ ഇനി വോട്ടർമാരുടെ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകത, ഫോൺ ഒരിക്കലും ബൂത്തിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കർശനമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു നിർദ്ദേശമുള്ളതാണ്. ഇത് നിങ്ങൾ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണം. അതേപോലെ തന്നെ മറ്റുന്നിടത്തോളം മൊബൈലുകൾ ബൂത്തുകളിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ മൊബൈൽ കൊണ്ടുവരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ബൂത്ത് ഉണ്ടാവും, ഒരു കിയോസ്ക് ഉണ്ടാവും. അവിടെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള NSS NCC വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ പ്രവർത്തകരാണ് ഉണ്ടാവുക. റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ അവരെ 4 സന്നദ്ധ പ്രവർത്തകർ ഓരോ ബൂത്തിലും ഇതിനു വേണ്ടി വോട്ടർ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ ഒരു നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ ഡെപ്പോസിഷൻ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ അവർ ചെയ്യും. മറ്റുള്ള ഡ്യൂട്ടികൾക്കൊന്നും ഈ സന്നദ്ധ പ്രവർത്തകരില്ല. പക്ഷേ ഈ പറയുന്ന മൊബൈൽ ഫോൺ ഡെപ്പോസിഷൻ, അതേപോലെ തന്നെ വോട്ടർ അസിസ്റ്റൻസ്, ഏതെങ്കിലും സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഭിന്നശേഷിയായിട്ടുള്ള വ്യക്തി അവിടെ വരികയാണെങ്കിൽ അവരെ സഹായിക്കാനുള്ള രീതിയിൽ 4 ID കാർഡ് അടക്കമുള്ള 4 സന്നദ്ധ പ്രവർത്തകർ റൊട്ടേഷൻ ബേസിൽ അവിടെ ഉണ്ടാവും. അവരുടെ സഹായത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നമ്മുടെ ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഇന്ന് കൊട്ടിക്കലാശത്തിന് ശേഷം അത് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മളത് നിരീക്ഷിക്കും. ഒബ്സർവർമാരും അതിൻ്റെ നിരീക്ഷണം നടത്തും. ഇന്ന് 6 മണിക്ക് ശേഷം പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് നമ്മുടെ ജില്ലയിൽ ഉള്ള സ്ക്വാഡുകൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട്, കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചുകൊണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 42,659 കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ട് സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളും മറ്റുമെല്ലാം. അതേപോലെ ഡീഫേസ്മെൻറ്റ് ആക്ടിവിറ്റികളും അവർ ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നിശബ്ദ പ്രചാരണ സമയത്ത് ഉള്ള ഒരു പ്യൂണിറ്റീവായിട്ടുള്ള ആക്ഷനിലേക്ക് കൂടി പോകേണ്ടി വരും. ഏതെങ്കിലും രീതിയിൽ പബ്ലിക്കായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് നടക്കുകയാണ്, ഈവൻ വീഡിയോ വാൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഓഫ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ഉള്ള പരാതികൾ ലഭിക്കുകയാണെങ്കിൽ ഈ സ്ക്വാഡുകളും മറ്റും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട്. BNS പ്രകാരമുള്ള സെക്ഷൻ പ്രകാരമുള്ളത് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ 12 മണി വരെ അത് നിലവിലുണ്ടാവും. അതും ഈ പബ്ലിക്കായിട്ടുള്ള ക്യാമ്പയിനിങ്ങിന് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 2 ദിവസം, ഇനി വരുന്ന 2 ദിവസം സമ്പൂർണ്ണമായിട്ടുള്ള മദ്യനിരോധനമായിരിക്കും ഉണ്ടാവുക. ഇവിടെ ബിവറേജസ് കോർപ്പറേഷനുകൾ, അതേപോലെ മദ്യഷാപ്പുകൾ, ബാർ, ക്ലബ്ബ്, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ മദ്യവിൽപ്പന ഈ 2 ദിവസത്തേക്ക് നമ്മൾ നിരോധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന ചില വിഷയങ്ങൾ വെച്ച് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പടക്കക്കടകളുടെ ഒരു 3 ദിവസത്തേക്ക് നമ്മൾ അടയ്ക്കാനുള്ള ഓർഡറും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ള അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള നടപടി എടുത്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ നമ്മൾ 200ഓളം മാധ്യമപ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് ദിവസം കമ്മീഷൻ നമുക്ക് പാസ് തന്നിട്ടുള്ളത്. ആ പാസുകൾ റെഡിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് PRD അറിയിച്ചിട്ടുള്ളത്. അത് PRDയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് ലഭിക്കുന്നതായിരിക്കും. വോട്ട് ചെയ്യാൻ വരുന്നവർ, അവർക്ക് വോട്ട് ചെയ്യാൻ വരുന്നവരും, അതേപോലെ ഈ പോളിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവരും അവരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തണം. അവർക്ക് വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വോട്ടർ ഹെൽപ്പ് ലൈൻ 1950 എന്നുള്ള വോട്ടർ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഡീറ്റെയിൽസ് അവർക്ക് കിട്ടാം. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഇവരെ voters.eca.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും വോട്ടർ പട്ടികയെ കുറിച്ചുള്ള അവരുടെ എൻട്രീനെ കുറിച്ചുള്ള ഡാറ്റ അറിയണമെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പോളിംഗ് ശതമാനം നോക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഒരു പുതിയ ആപ്പാണുള്ളത്, PRO ആപ്പ് എന്നുള്ള രീതിയിൽ
പ്രിസൈഡിംഗ് ഓഫീസർമാർ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആപ്പിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PRD ഓഫീസ് വഴി 2 മണിക്കൂർ ഇടവേളയിൽ ആ ഡീറ്റെയിൽസ് കിട്ടും. ഈ വരുന്ന വോട്ടിങ്ങിന് വരുന്നവർ കൃത്യമായിട്ട് ID കാർഡ് അടക്കം വെച്ച് വരണമെന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അത് പത്രക്കുറിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി തന്നിട്ടുണ്ട്. 11 ID കാർഡുകളാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. എക്സ്പെൻഡിച്ചർ മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോ ക്യാൻറ്റീനും ഓരോ സ്ഥാനാർത്ഥിയുടെയും അക്കൗണ്ട് പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. ഇന്നാണ് അവസാനത്തെ ഒരു പരിശോധന നടക്കുന്നത്. 7-ാം തീയതിയാണ് നടക്കുന്നത്. അതിൽ കണ്ടെത്തുന്ന വിഷയങ്ങളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള നോട്ടീസുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും ഫ്ലൈയിങ് സ്ക്വാഡുകളും ഇതുവരെ വളരെ ചുരുക്കമാണെങ്കിൽ പോലും നമ്മുടെ ജില്ലയിൽ പിടിച്ചെടുത്ത ഒരു തുക 27 ലക്ഷത്തിൻ്റെ ക്യാഷും അതേപോലെ 425 ലിറ്റർ മദ്യവുമാണ് നമ്മുടെ ജില്ലയിൽ ഇതുവരെ പിടിച്ചെടുത്തുള്ള. വളരെ എഫക്റ്റീവായിട്ടൊരു മോണിറ്ററിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് പൊതുവെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എടുത്ത നടപടികളുള്ളത്. നാളെ മുതൽ പോളിംഗ് പാർട്ടികൾ അവരുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് മൂവ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ റീസെൻ്റ്ലി നടന്ന എല്ലാ ഇലക്ഷനുകളും വളരെ സ്മൂത്തായിട്ടാണ് ഒരു വലിയ ഇഷ്യൂകളൊന്നും ഇല്ലാതെയാണ് നമുക്ക് പോളിംഗ് ബൂത്തുകളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ രീതിയിലുള്ള സഹകരണവും പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് ഇതിനു മുൻപ് നടന്ന മീറ്റിങ്ങിൽ അഷർ ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റ് സെക്യൂരിറ്റി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുള്ള SPയും സംസാരിക്കും. 394 അത്തരത്തിലുള്ള ബൂത്തുകളിൽ നമ്മൾ കേന്ദ്ര സേനയുടെ വിന്യാസം നമ്മൾ അത്തരത്തിൽ രീതിയിൽ കണ്ണൂർ സിറ്റിയിൽ നമ്മൾ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എല്ലാവരും ഒരു സിറ്റിസൺ റിപ്പോർട്ടിംഗ് ആസ്പെക്റ്റിലേക്ക് വരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും തരത്തിലേക്കുള്ള വയലേഷൻസ് അല്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, അതെല്ലാം മാധ്യമപ്രവർത്തകരോടും ഈ വിഷയം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളും കാണുന്ന ഏതെങ്കിലും തരത്തിലേക്കുള്ള വയലേഷൻസോ അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ റീച്ചബിൾ ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി അതെല്ലാം ഒരു മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് സൗകര്യം കൂടെ ഉള്ള ഒരു നമ്പർ നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ നമ്പർ 9497927740. ഐ റിപ്പീറ്റ് 94 97 92 77 40. ഈ നമ്പർ എല്ലാ ജനങ്ങളിലേക്കും എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും രീതിയിലേക്കുള്ള ഇലക്ടറൽ റിലേറ്റഡ് ആയിട്ട് പോലീസിന്റെ ആക്ഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന ഏത് കാര്യവും അവർക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ ലൊക്കേഷൻ ആയിട്ടോ പിക്ചർ ആയിട്ടോ അല്ലെങ്കിൽ കോൾ സൗകര്യമായിട്ട് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അറിയിക്കാം. ആ രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ സൗകര്യം നമ്മൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിക്കലാശത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ ഉപയോഗിക്കുന്നതിനും ആൾക്കാർ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പടക്കങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇലക്ഷന്റെ പെർസ്പെക്റ്റീവിൽ ഇലക്ഷൻ കഴിയുന്ന അന്ന് രാത്രിയിൽ നിർബന്ധമായിട്ടും അത് ഒരു പലതരത്തിലേക്ക് വയലൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് നമ്മൾ പോകുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു സമയത്ത് അതിൽ കൂടെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ മുഴുവനും സഹകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ഇൻഫർമേഷൻ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിലേക്ക് വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് അത് വെരിഫൈ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് എ കോൾ. അത് വെരിഫൈ ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുക. കാരണം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വാർത്തകൾക്ക് പോലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള വാർത്തകളാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തമുള്ള ജേർണലിസ്റ്റുകളാണ് നമ്മുടെ എല്ലാവരും. അപ്പൊ അതൊന്ന് ഉറപ്പുവരുത്തുന്നതിന് കൂടി നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ അതിൽ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു അസ്. നമ്മൾ അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻ നൽകേണ്ടുന്ന വിഷയങ്ങളാണെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ നമ്മൾ നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഫേക്ക് ന്യൂസ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാൾസ് ഇൻഫർമേഷൻസ് ഏതെങ്കിലും ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ, അതല്ല എങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന വിഷയങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ നമ്പറുകളിലോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ അനുചിതമായിട്ട് നടപടികൾ തദവസരത്തിൽ തന്നെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. പല ബൂത്തുകളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് നൽകിയിട്ടുണ്ട്. ആ പാസ്സുള്ള ആൾക്കാരായിരിക്കും
വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് പകർത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ക്യൂവുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് പകർത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന ആ പാസ് ആയിരിക്കും. അപ്പോൾ ആ പാസ് ഉള്ളവരെ തന്നെ ആയിരിക്കണം അവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉറപ്പുവരുത്തുക. സോ ഈ ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല ടേൺ ഔട്ട് ഈ വർഷം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങളെ നല്ല രീതിയിലായിട്ടുള്ള ഒരു ഇലക്ഷൻ മഹോത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ജനങ്ങളെയും കൂടെ ഇതിന്റെ ഒരു വിജിലന്റ് എന്ന രീതിയിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതോടുകൂടി ഇലക്ഷൻ നടപ്പിലാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്